ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ രാവിലെ എണീക്കാൻ വൈകിയത് കൊണ്ട് ചായ ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എൻ്റെ ആയിരുന്നു. കാരണം അവരുടെയൊക്കെ കഴിക്കൽ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായി ഞാൻ വന്നപ്പോഴേക്കും. പിന്നെ 11 മണിക്ക് എണീക്കണം. ഞാൻ 10:30 എണീറ്റു. അത് തന്നെ വലിയൊരു കാര്യം. കാരണം പത്തിരി ഉള്ളതുകൊണ്ട് മാത്രം. പത്തിരി പാല് മുട്ടക്കറി എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ എണീറ്റതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു പത്തിരി പല്ലാക്കി മുട്ടക്കറി കൂടി കഴിക്കാൻ. പിന്നെ രണ്ടെണ്ണം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. 4-5 ഞാൻ കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഒന്ന് പുറത്ത് പോകാണ്ടായിട്ടാണ്. ഇന്ന് അറബിയുടെ വീട്ടിലേക്ക് പോയി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമാണ്, നല്ല ഇൻറ്റീരിയർ ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അത്ര വീഡിയോസ് അവരുടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഉള്ളിലൊക്കെ എടുത്തു. പിന്നെ നമുക്ക് അറബി അറിയാത്തത് കൊണ്ട് നമുക്ക് പറ്റി പണി നമ്മൾ ചെയ്യുക. അവർ കഴിക്കാൻ എന്തൊക്കെ തന്നു അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവർ ചിപ്സാണ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിലേക്ക്. പിന്നെ നമ്മൾ വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായി, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായി, പിന്നെ മുരിങ്ങാൽ തോരൻ ഉണ്ടായി. അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കപ്പ് കേക്ക് എടുത്ത് കഴിച്ചു. പിന്നെ നന്നായിട്ട് കിടന്നുറങ്ങി. പക്ഷേ ഉറങ്ങി എണീറ്റപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു. അത് സൺഫ്ലവർ സീഡ് പൊളിച്ചിട്ടൊക്കെ എന്താ, കാരണം ഹോസ്റ്റലിലേക്കൊക്കെ പോകാറായില്ലോ. അപ്പോൾ നമ്മൾ നട്ട്സ് സീഡ്സൊക്കെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് കൊണ്ടുപോകണം. കാരണം ചെന്നൈയിലെത്തി നമ്മുടെ കോലം മാറില്ലോ. അപ്പോൾ ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡൊക്കെ നമ്മൾ പൊടിച്ച് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് കൊണ്ടുപോയതാം. പിന്നെ നമുക്ക് നൈറ്റ് കഴിക്കാനായിട്ട് അൽഫാമായിരുന്നു. അൽഫാം ഉണ്ടായി, ബട്ടർ നാൻ ഉണ്ടായി, മയണൈസൊക്കെ കൂട്ടിയത് കഴിച്ചു. അവർ പുറത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാം. അതൊക്കെ കഴിച്ചു. അല്ല ഇതിപ്പോൾ വാട്ടൈറ്റിനിടയിലേക്ക് എത്തിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൽ ഫുഡ് അടി മാത്രമേ നടക്കണുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ്. ബൈ ബൈ.